ഹലോ, ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈവനിങ് ടു നൈറ്റ് വിശേഷങ്ങളാണ്. അതായത് എൻ്റെ ടീ ടൈം, അതായത് സ്നാക്ക് ടൈം മുതൽ എൻ്റെ ഡിന്നർ വിശേഷങ്ങൾ വരെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇക്കായും സാറായും കൂടി ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയായിരുന്നു, ഷാർജ വരെ പോയായിരുന്നു. അപ്പോൾ ഷാർജ വരെ പോയപ്പോഴത്തേനും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറിയാണ് ഡിബ്ബ ബേക്കറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് കൊച്ചിന് ഒരു പിസ്സ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചൂടൊക്കെ പോയി. അപ്പോൾ പിസ്സ ചിക്കൻ പിസ്സയാണ്, മോസറല്ല ചീസും ഒലീവ്സും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഒരു പിസ്സ. അപ്പോൾ ഞാൻ ആ പിസ്സ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒരു ഷോട്ടും കൂടെ എടുക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത്രയും അവൾ കഴിക്കത്തില്ല, അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊരു പീസാണ് സാറായിക്ക് കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ആ പിസ്സ വളരെ ചെറിയ പീസ് പിസ്സ ഒക്കെ കഴിച്ചതിന് ശേഷം, എല്ലാവരും വീതിച്ച് പിസ്സ ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മളിന്ന് വീക്കെൻഡാണല്ലോ. അപ്പം സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ആയിട്ട് ഞങ്ങൾ കടിഞ്ചായയൊക്കെ കുടിച്ചിരുന്നിട്ടാണ് നമ്മൾ സാധാരണ പുറത്തേക്ക് പോവാറ്. അപ്പോൾ ഞാൻ കടിഞ്ചായ ഇട്ടു. കടിഞ്ചായയുടെ കൂടെ ഡിബ്ബ ബേക്കറിയിൽ നിന്ന് മുട്ട പപ്സ്, എഗ് പപ്സ് കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറികളിൽ കിട്ടുന്ന മുട്ട പപ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ സെയിം മുട്ട പപ്സാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഡിബ്ബ ബേക്സിലെ മുട്ട പപ്സ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആർക്കെങ്കിലും ഇവിടെ ദുബായിലുള്ളവർക്ക് ആർക്കെങ്കിലും നമ്മുടെ നാട്ടിലെ ആ സെയിം പപ്സ് കഴിക്കണം, മുട്ട പപ്സ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ഷാർജ ഡിബ്ബ ബേക്കറിയിലോട്ട് വിട്ടോളൂ. ഇവർക്ക് പല ഔട്ട്ലെറ്റ്സ്, പല ബ്രാഞ്ചസ് ഉണ്ട്. അത് കവറിലുണ്ട്, ഞാൻ ജസ്റ്റ് അത് എന്തായാലും ഷാർജയിലാണ് ഈ ഡിബ്ബ ബേക്കറി എന്ന് പറയുന്നത്. അതിന് ശേഷം ഞങ്ങളിതാ ചായ കുടിയും സ്നാക്സ് കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡായിട്ട് ഞങ്ങൾക്ക് ചെറിയ പരിപാടികളും പ്ലാനിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡിന്നർ പുറത്തുനിന്നാണ്. അപ്പോൾ നമ്മുടെ ഡിന്നർ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ റെഡിയാക്കി നമ്മൾ റൂമിൽ നിന്നിറങ്ങി, നമ്മൾ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റ് ഇറങ്ങിയത് അപ്പം നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി നേരെ കാർ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ സാധാരണ ഞാൻ ലിഫ്റ്റ് ഇറങ്ങുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും താഴെയാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നമ്മൾ കാറ് എടുത്ത് പോയി. അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ്. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വണ്ടിയിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളിതാ പോവുകയാണ്. അപ്പം നമുക്ക് ഇന്നൊരു പ്ലാനുണ്ട്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഒരു ബ്രദർ ഇന്ന് മീറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബ്രദറിനെ പിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, സംസം മന്തി റെസ്റ്റോറൻറ്റ്, ഒരു അറബിക് റെസ്റ്റോറൻറ്റാണ്, ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഇന്ന് മന്തി കഴിക്കാം എന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റോഡിൽ ഈ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. ഇത് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂള്. അപ്പം നമ്മൾ ഡ്രൈവിനിടയിൽ പുറത്തേക്ക് നോക്കിയപ്പോൾ സാറയുടെ സ്കൂള്. സാറ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. കാരണം സാറ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സാറയുടെ സ്കൂള് കണ്ടപ്പോഴത്തേനും സാറ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഒരു നൈറ്റൊക്കെ ആയപ്പോഴത്തേനും, സാധാരണ നമ്മൾ സ്കൂൾ ഡേ ടൈമിലാണ് കാണാറ്, അപ്പം നൈറ്റ് ആ ഒരു ലൈറ്റ്സോട് കൂടിയൊക്കെ കണ്ടപ്പോഴത്തേനും ആ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈറ്റ്സൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി. സാറ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലെയും ആ ചുവർ ചിത്രങ്ങൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അത് ഇടയ്ക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറും. അപ്പം ഒരു സമയം ട്രാവൽ ചെയ്യുമ്പോഴത്തേനും കാണുന്ന ചിത്രങ്ങളും സംഭവങ്ങളും ആയിരിക്കുകയില്ല, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കാണുമ്പോഴത്തേനും അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള, ഇതുപോലെ നമ്മൾ കുർഫുഖാനൊക്കെ പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് വലിയ ടണൽ പോലത്തെ ഇതിൻ്റെ അടിയിലൂടെ നമ്മൾ ട്രാവൽ
ചെയ്യാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ജസ്റ്റ് 1 മിനിറ്റ് 2 മിനിറ്റ്സ് ഉള്ള ഒരു ചെറിയ സംഭവം. അപ്പോൾ ഇതാ നമ്മൾ ബ്രദറിനെ പിക്ക് ചെയ്തു. അതിനുശേഷം നമ്മളെല്ലാവരും നമ്മുടെ വണ്ടി ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് വണ്ടി ജസ്റ്റ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മളൊരു 2 മിനിറ്റ്സ് നടന്നിട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ഇത് ദുബായിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ദുബായ് ഫ്രെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റർ ആവുന്നതിന് എന്തോ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഒരു ജസ്റ്റ് ഞാനിത് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, സംസം മന്തി റെസ്റ്റോറൻറ്റ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫുഡാണ് അവിടുത്തെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി കഴിക്കാറുള്ളതാണ്. ഞാൻ ദുബായ് ഫ്രെയിമിൻ്റെ ആ ഒരു ഫുൾ വ്യൂ ജസ്റ്റ് നിങ്ങളെ ഒന്നും കൂടി ഒന്ന് കാണിക്കുകയാണ്. അപ്പം നൈറ്റ് ആകുമ്പോഴത്തേനും പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾക്കെല്ലാം. രാത്രിയാകുമ്പോൾ ആ ലൈറ്റ്സൊക്കെ ആകുമ്പോഴത്തേനും പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നമ്മളിതാ സംസം റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. നമ്മളിന്ന് കരാമേൽ, ഈ സംസം മന്തി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇവർക്ക്. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സംസം മന്തി റെസ്റ്റോറൻറ്റ് കരാമേലാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം ഞങ്ങൾക്ക് വെയിറ്റിംഗ് ഒക്കെ കിട്ടി. ഞങ്ങളപ്പോൾ വെയിറ്റൊക്കെ ചെയ്തു. കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. സാധാരണ എപ്പോഴും ഇവിടെ വന്നാൽ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുറത്ത് വിശാലമായിട്ടുള്ള കസേരയും ചെയറും കാര്യങ്ങളും ടേബിൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോയി ഞങ്ങൾ നല്ല തിരക്കാണ്. അപ്പം ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ ഒരു സംഭവം കിട്ടി. കിവി ജ്യൂസോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. എന്താണേലും വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി അവിടെ വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം ഞങ്ങൾ നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നിൽക്കണ്ടെന്ന് വിചാരിച്ച് അവർ ഞങ്ങൾക്ക് ചെയറൊക്കെ ഇട്ട് തന്നു. പിന്നെ അത് അവിടെ ഗ്ലാസിൻ്റെ ഫ്രണ്ടിലൂടെ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫിഷ് ലൈവായിട്ട് വെച്ചിരിക്കുന്ന ഒരു കൗണ്ടറാണ്. അപ്പോൾ നമ്മൾ ഏത് ഫിഷ് മന്തി വേണ്ടവർക്ക് അതിൽ നിന്നെടുത്ത് അവർ റെഡിയാക്കി തരും. നമ്മളൊന്നും വലിയ ഫിഷ് ലവറല്ല. അപ്പം നമ്മൾ ചിക്കൻ മീറ്റ് പരമായിട്ടുള്ള മന്തി ആയിരിക്കും ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും സംസാരിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ സൈറ ചെറിയ മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ മൂഡ് ഓഫൊക്കെ മാറി ചെറുതായിട്ട് ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡിൻ്റെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ നോക്കുമായിരുന്നു. ഇവിടുത്തെ മെനു, അതായത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മന്തികളൊക്കെ ആ ഒരു ഫ്രെയിം ചെയ്ത് വോളിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെയാണ്. ഞാൻ ഒരുപാട് അത് ഷൂട്ട് ചെയ്തില്ല, കാരണം താഴെ ഇരിക്കുന്നവർക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരുപാട് ഫോണങ്ങ് തിരിച്ചില്ല. അങ്ങനെ അപ്പം നമ്മളിതാ വെയിറ്റിങ്ങിലാണ്. അപ്പം നമുക്ക് ആദ്യം കഴിക്കാനായിട്ട് ഒരു നമ്മൾ മജ്ലിസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സൈറൂനെ നമ്മൾ തൽക്കാലത്തേന് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ സൈഡിൽ ഒരു ബേബി ചെയറൊക്കെ ഇട്ട് സൈറൂനെ അതിലിരുത്തി. അപ്പോൾ ടേബിളിൽ നിന്ന് ചെറിയൊരു ടേബിളായിരുന്നു. അപ്പോൾ ടേബിളിൽ നിന്ന് താഴെ പോകുമെന്നൊക്കെ ടെൻഷൻ കാരണം സൈറൂനെ അവൾക്ക് ഇഷ്ടമാണ് ബേബി ചെയറിൽ ഇരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബേബി ചെയറിലാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കുകയും ചെയ്യാം. പിള്ളേർ സേഫായിട്ട് അവിടെ ഇരുന്നോളുമല്ലോ. അപ്പോഴത്തേനും നമുക്കിതാദ്യം നമുക്ക് തന്ന ഒരു മജ്ലിസാണ് ഇത്. 4 മെമ്പേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന ഒരു മജ്ലിസാണ്. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 4ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലാവിഷായിട്ട് സുഖമായിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇരുന്നില്ല. അവർ നമുക്ക് ആദ്യം ഇത് പെട്ടെന്ന് ഷീറ്റൊക്കെ ഇട്ട് റെഡിയാക്കി തരുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇത് വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ കുറച്ചും കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇതാകുമ്പോഴത്തേനും കാലും കൈയൊക്കെ ഒതുക്കി വെച്ച് ഒതുങ്ങിയൊക്കെ ഇരിക്കണം. അപ്പോൾ ഈ കുട്ടികളെയും വെച്ചുകൊണ്ട് നമ്മൾക്ക് 3 പേർക്ക് ഇരിക്കാനായിട്ട് അതിൽ അത്ര സുഖകരമല്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് അതറിയാതെ പെട്ടെന്ന് ഞങ്ങളെ ഇരുത്താൻ വേണ്ടിയിട്ട് സൂപ്പിൻ്റെ കൂടെയുള്ള മട്ടൻ സൂപ്പ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മട്ടൻ സൂപ്പും, അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസിൽ നാരങ്ങയും കുക്കുംബർ, ക്യാരറ്റ്, നമ്മുടെ പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ലീഫി വെജിറ്റബിൾ അതൊക്കെ. അപ്പോൾ അവർ അതൊക്കെ തിരിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് 9 പേര് ഇരിക്കാനുള്ള ഒരു വലിയ മജ്ലിസുണ്ട്, കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു മജ്ലിസുണ്ട്. അതിലേക്ക് അവരെല്ലാം വെച്ച് തന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ മട്ടൻ സൂപ്പും വെച്ചു. പിന്നെ മന്തിയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ആ തക്കാളി സൽസ അതും, പിന്നെ ഇവിടുത്തെ മന്തി എന്ന് പറയുന്നത് മന്തിയുടെ കൂടെ നമ്മുടെ വത്തൽമുളക് ക്രഷ് ചെയ്തതും, അതുപോലെ തന്നെ ഒരു ഡേറ്റ്സ് പിക്കിളും, പിന്നീട് കേട്, പിന്നെ
പിന്നെ എക്സ്ട്രാ കേർഡും അതുപോലെ തന്നെ ഫ്രൈഡ് ഒണിയനൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് ബ്രദറ് ഈ സാറയുടെ പ്രായത്തിൽ ഉള്ള ഒരു കുട്ടി, സാറാനേക്കാളും 6 months മൂത്ത മോളുണ്ട്. അപ്പം മോളുമായിട്ട് വീഡിയോ കോൾ, അപ്പം കുട്ടികളും എല്ലാവരുമായിട്ട് വീഡിയോ കോൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇത് കഴിക്കുകയാണ്. നമ്മൾ സൂപ്പ് കുടിക്കുകയാണ്. ചൂടോട് കൂടിയിട്ട് ആ മട്ടൺ സൂപ്പ് കുടിക്കാൻ ഭയങ്കര രസമാണ്. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. നമ്മൾ ചിക്കൻ മധുബൂത്തും അതുപോലെ തന്നെ മട്ടൻ മധുബൂത്തും, അപ്പം അതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ 2 ടൈപ്പ്, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മന്തിയുടെ വൈറ്റ് കളർ റൈസും, ഒരെണ്ണമെന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്ട്രാ ടേസ്റ്റി ആയിട്ടുള്ള എക്സ്ട്രാ ഫ്ലേവേർഡ് ആയിട്ടുള്ള ആ ഒരു മന്തിയുടെ ആ ഒരു വെന്ത വെള്ളത്തിൽ മന്തിയുടെ ആ ഒരു സ്റ്റോക്കിൽ ആ ഒരു സ്റ്റോക്കിൽ മീറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്കിൽ വേവിച്ചെടുത്തിട്ടുള്ള വേറൊരു റൈസ്, അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ സാറയ്ക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കണം. സാറ ആ ഓറഞ്ച് കളർ റൈസ്, ആ മന്തിയുടെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കുക. നമ്മുടെ ഫുഡൊക്കെ വന്നു, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംസം. അപ്പം ഇവിടെ ഓൾമോസ്റ്റ് ദുബായിലുള്ള എല്ലാവർക്കും ഞാൻ സംസം മന്തി എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് സംസം മന്തി റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനിതാ സൈറൂന് ഇതാ മട്ടൺ സൂപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ടേസ്റ്റ് മേക്കേഴ്സോ അജിനാമോട്ടോയോ അതുപോലെ തന്നെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. നമ്മളത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ലുക്കീമത്ത് ഒരു സ്വീറ്റ് ബോളാണ്. ലുക്കീമത്ത് എന്ന് പറയുന്ന ഒരു അറബിക് സ്വീറ്റ് ബോളാണ്. അതും അതുപോലെ തന്നെ മിൻറ്റ് ടീയും വന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഇതിൽ ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ ശർക്കരയുടെ സിറപ്പ്, ഹണി ആൻഡ് ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിറപ്പാണ്. അപ്പോൾ അതിലൊക്കെ മുക്കി അതിൻ്റെ മുകളിൽ പിന്നെ വൈറ്റ് എള്ള് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എല്ലാവരും അതൊക്കെ എടുത്ത് കഴിച്ചു. അതിന് ശേഷം മിൻറ്റ് ടീയൊക്കെ കുടിച്ചു. അപ്പോൾ സൈറൂന് ഞാൻ ഒരെണ്ണം കൊടുത്തതാണ്. അവൾക്ക് ആ മുകളിലുള്ള ആ ഒരു ഹണിയും അതുപോലെ തന്നെ ആ സിറപ്പും ഒക്കെ അവൾ നക്കി കഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു കുനാഫയാണ്, ക്രീം കുനാഫ. അപ്പോൾ കുനാഫ എന്ന് പറയുന്നത് അവിടെ പല തരമുണ്ട്. ചീസ് കുനാഫയുണ്ട്, ചോക്ലേറ്റ് കുനാഫയുണ്ട്. അപ്പം നമ്മൾ ശരിക്കും ക്രീം കുനാഫയാണ് നമ്മൾ എവിടെ പോയാലും ഓർഡർ ചെയ്യുന്നത്, ക്രീം കുനാഫയാണ്. നമുക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ പഞ്ചസാര ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കട്ട് ചെയ്ത് കഴിക്കുകയാണ്. അപ്പം നമ്മൾ സംസം മന്തിയിൽ വന്നാൽ ഈ ഒരു ഓർഡറിലാണ് ഫുഡ് കഴിക്കുന്നത്. ഏറ്റവും ആദ്യം അവരെന്ത് ചെയ്യും, അവരുടെ ജ്യൂസ് തരും. ജ്യൂസ് തന്നതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ അതിന് ശേഷം സൂപ്പ് കുടിക്കും. പിന്നെ അവരുടെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മുടെ ലുക്കീമത്ത് സ്വീറ്റ് ബോൾ വരും. അപ്പോൾ ലുക്കീമത്തും ബ്ലാക്ക് ടീയും ഒക്കെ കുടിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ കുനാഫ വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മളിങ്ങനെ സംസം മന്തി റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേനുള്ള നമ്മളുടെ ആ ഒരു ഭക്ഷണം കഴിപ്പ്. അപ്പോൾ ഇക്കാക്ക് മന്തിയുടെ കൂടെ കേർഡ് നിർബന്ധമാണ്. അപ്പോൾ എപ്പോഴും കേർഡും ഫ്രൈഡ് ഒണിയനും എക്സ്ട്രാ ഓർഡർ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വത്തൽമുളക് ചമ്മന്തി, ആ വത്തൽമുളക് ചമ്മന്തിയും ഫ്രൈഡ് ഒണിയനും കേർഡും കൂടി കൂട്ടിക്കുഴച്ചാണ് മന്തി കഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ എല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിതാ കുനാഫയൊക്കെ വളരെ ടേസ്റ്റി ആയിരുന്നു. നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മളിതാ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ വണ്ടി ഒരു 2 minutes നടന്ന് അപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ പാർക്കിങ് കുറവായിരുന്നു. പിന്നെ വീണ്ടും വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഫുഡ് ടൈം ഭയങ്കരമായിട്ട് താമസിക്കും. നമ്മൾ ഓൾറെഡി ഇവിടെ എത്തിയപ്പോൾ 9:30 ഒക്കെ ആയി, 10 മണിയുടെ അടുത്ത് തന്നെ ആയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ തിരിച്ച് നടക്കുകയാണ്. അപ്പം നമ്മുടെ ദുബായ് ഫ്രെയിം അങ്ങോട്ട് നടന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ്. നമ്മളൊരു 2 minutes വലിയ പ്രശ്നമില്ലായിരുന്നു. ചൂടുണ്ടെങ്കിലും സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറി, നമ്മുടെ വയറൊക്കെ നിറഞ്ഞു, സന്തോഷമായി. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷം നമ്മൾ നമ്മുടെ റൂമിൽ എത്തി. അപ്പോൾ ബ്രദറിനെ വിട്ടു. അതിന് ശേഷം നമ്മുടെ റൂമിലെത്തി. ഏകദേശം ഒരു 12:30 മണിയൊക്കെ ആയിട്ടുണ്ട്, 1 മണിയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡിന്നർ വിശേഷങ്ങളും. താങ്ക് യു ഫോർ വാച്ചിങ്.